ഇനിയും ഒരു അപകടം ഉണ്ടാകാതിരിക്കാനായി അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചെക്കന്മാര് വന്നിട്ട് വീട്ടിൽ വന്നപ്പോ ഒരു പറഞ്ഞ ഒരാൾ വെള്ളത്തിൽ പോയിട്ടുണ്ട്. നിലവിളി കേട്ടപ്പോ പോയി നോക്കുമ്പോ അവിടെ വെള്ളത്തിലാണ്, കാണുന്നില്ല. ഞാൻ ഫസ്റ്റ് വെള്ളത്തിലെടുത്ത് ചാടിയപ്പോ നീന്താൻ കഴിയുന്നില്ല. അടിയിൽ ചമ്മി വേസ്റ്റ് ചളിയൊക്കെ പാടെ ഉണ്ടായിട്ട് അപ്പൊ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പൊങ്ങി വരാൻ കഴിയുന്നില്ല. സാധാരണ നമ്മള് എല്ലാ വെള്ളത്തിൽ ഇറങ്ങിയാലും മുങ്ങിയാൽ പൊന്തി കിട്ടും. ഇവിടുന്ന് ഭയങ്കര ചളിയും ചമ്മിയൊക്കെ നിറഞ്ഞു കിടക്കുക. അപ്പൊ ഞാൻ വേഗം തെക്കേപാടത്തുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് മാഞ്ചോട്ടില്, ആ ഗ്രൂപ്പിലേക്ക് ഞാൻ വോയിസ് ഇട്ടപ്പോഴാണ് അവിടുന്നുള്ള ആൾക്കാർ വന്ന്. അവിടുന്ന് സംസു ആണ് ആദ്യം വന്ന് ചാടുന്നത്. എന്റെ കൂടുതൽ തന്നെ സംസു ചാടുമ്പോൾ സംസുവിന് നീന്താൻ കഴിയില്ല. പിന്നെ ഷാനു വന്ന് എന്നോളാണ് ഒന്നുകൂടി ഞാൻ പിന്നെ ഇറങ്ങുന്നത്. പിന്നെ എല്ലാവരും ഈ ആരിസ്ക, മണിയട്ടെ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ വന്ന് ഒപ്പരം ചാടിയാണ് പിന്നെ ഒരു ധൈര്യം കിട്ടുന്നത്. കാരണം ഇതിൽ ഒറ്റയ്ക്ക് കാണ്ടി ചാടി ഇറങ്ങി കഴിഞ്ഞാൽ എന്താ ആവാന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിക്കണ് ബോഡി കിട്ടുമ്പോൾ. അത് കിട്ടിയ മുതൽ ഇവര് CPR കൊടുത്ത് ആംബുലൻസ് എടുത്ത് കൊണ്ടുപോയി. പിന്നെ ഇവിടേക്കെന്ന് അറിയണ്ടല്ലേ, എല്ലാരും ഇങ്ങോട്ട് പാഞ്ഞു വന്ന് കുളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ കുളിച്ച് അവിടെ സുഖമായിട്ട് കയറി പോകാൻ കഴിയില്ല. അടിയിൽ ഫുള്ള് ചളിയാണ്. ഒരു നേർന്ന് നിൽക്കാനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല. ഒരു സാധാരണ ഒരു കുളത്തിൽ അടിയിലൊരു സ്ലാബ് ഉണ്ടാവും. നിന്ന് ഈ ഹൈറ്റില്ലാത്ത ആൾക്കാർക്ക്, നീന്തൽ അറിയാത്ത ആൾക്കാർ പഠിക്കാനുള്ള ഒരു സ്ലാബ്, ആ സ്ലാബ് ഒന്നും ഇതിനില്ലാത്തതാണ്. ഒറ്റയടിക്ക് വന്നിട്ട് ഒറ്റ കുഴിയാണ്. ആ കുഴിയിലേക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് റിട്ടേൺ വന്നോളന്നില്ല. അടിയിൽ ചളി ഉണ്ടായിരുന്നു. അത്രയും ഡേഞ്ചറാണ് ഈ കുളത്തിന്റെ സ്ഥിതി. 30 കൊല്ലം മുന്നേ ഉണ്ടാക്കിയ കുളം സൗജന്യമായിട്ട് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് 3 ആൾക്കാർ വിട്ടുകൊടുത്തതാണ്. 3 ആൾക്കാരുടെ സ്ഥലങ്ങളാണ് അതിൻ്റെ ഈ സൈഡിലുള്ള. അത് 3 ആൾക്കാർ വിട്ടുകൊടുത്തിട്ടാണ് ഈ കുളം ഉണ്ടാക്കിയത്. അതിന് മെയിനായിട്ട് ഇവിടെ മൺതാട്ട് ശങ്കരകുട്ടിയാരാണ് ഈ കുളം വരാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിച്ചത്. അന്ന് ഈ കുളം ഉണ്ടാക്കി, അത് കഴിഞ്ഞ് കൃഷിയൊക്കെ ഓട്ടോമാറ്റിക്കായി കൃഷിയില്ലാതെ അതോടനുസരിച്ച് കുളം നശിച്ചു. പിന്നെ രണ്ടാമതിപ്പം ഒരു ഫണ്ട് ഇതിന് നവീകരിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. ആ നവീകരണം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം കുട്ടികൾ ഇവിടുന്നൊക്കെയോ വന്ന് കുട്ടികൾ ഇതിൽ നീന്താൻ നിശ്ചയമുള്ളതാണോ അറിയില്ല, നീന്താൻ നിശ്ചയമില്ലാത്തതാണോ അറിയില്ല, വന്നതായിട്ട് കുളിക്കുന്നത്. അതിലാണ് ഇപ്പം ഇന്നൊരു കുട്ടി അപകടത്തിൽപ്പെട്ടത്. ഇത് നിർബന്ധമായിട്ട് ഇനി പഞ്ചായത്തിന്റെ അധീനതയിൽ നെറ്റോ എന്തെങ്കിലും വെച്ചിട്ട് കൂട്ടിട്ടിട്ട് നിർബന്ധമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതില് ഫുള്ള് ടൈൽസിന്റെ വേസ്റ്റുകളാണുള്ളത്. ഫുള്ള് ഈ കരാറ് എടുത്ത ആള് ഈ ടൈൽസിന്റെ പണി കഴിഞ്ഞ് ഫുള്ള് സാധനം കുളത്തിൽ തന്നെയാണ് കിടക്കുന്നത്. അതിപ്പോ മുട്ടനായത്തിൽ ചളി ഇനിയും കിടക്കുക, ഫുള്ള് ക്ലിയർ ആവാൻ. ഇത് നിർബന്ധമായിട്ട് ഇതിന് നെറ്റ് കിട്ടുകയായിട്ട് ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരെ അഭിപ്രായം. ഇത് ഇവിടെ ആവശ്യമുള്ള ഒരു സംഭവമാണ്. കാരണം ഇവിടെ ചാലിയാർപ്പുഴയൊക്കെ ഇവിടെ അടുത്താണ്. അപ്പൊ നീന്തലൊക്കെ കുട്ടികൾക്ക് പഠിക്കൽ നിർബന്ധമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അതിനുള്ള സംവിധാനമല്ലേ, ഒന്ന് വഴിയില്ല ഇതിലേക്ക്. ഒരു പഞ്ചായത്തിന്റെ ഇതിലില്ല. ഒരു കുളം ഇവിടെ ഉണ്ടാക്കി വെച്ച് കുട്ടികളൊക്കെ ഇവിടെ ഇരുന്നാണ്ട് ആർമാദിച്ച് പോകാന്നല്ലാതെ അതിലൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഇതിന് മുന്നേ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരുത്തുക, പഞ്ചായത്ത് ഇത് ഏറ്റെടുത്തിട്ട് അതിനൊരു എന്താ പറയാ പൂട്ടും താക്കോലൊക്കെ കൈമ വെച്ചിട്ട് ഒരാളെ കയ്യിൽ ട്രെയിനറെ കയ്യിൽ വന്നിട്ട് നീന്തൽ പഠിപ്പിക്കണം. പഞ്ചായത്തിന് ഇത് ആവശ്യം തന്നെയാണ്. ഇവിടെ ചാലിയാർപ്പുഴ തൊട്ടടുത്താണ്. അപ്പൊ കുട്ടികൾക്ക് നീന്തലും കാര്യമൊന്നും അറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയല്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് ഇത് വളരെ വൃത്തിയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യും. പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്.